പോറ്റി കേറ്റി എന്ന പാരഡി പാട്ടിൽ കേസെടുത്ത് പോലീസ്. അയ്യപ്പന്റെ പേരുപയോഗിച്ച് മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് കേസ്. ഗാനരചയിതാവും സംവിധായകനും പാട്ട് പ്രചരിപ്പിച്ചവരുമാണ് പ്രതിപട്ടികയിൽ. കുഞ്ഞബ്ദുള്ള, ഡാനിഷ് മലപ്പുറം, CMS മീഡിയ എന്നിവരാണ് പ്രതികൾ. പ്രസാദ് കുഴിക്കാലയുടെ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഒരു പാരഡി പാട്ടിൽ കേസെടുക്കുന്നതൊക്കെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. പക്ഷേ CPM ഈ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്താണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? 4 പേർക്കെതിരെയാണ്, നേരത്തെ ശ്രീജ പരാമർശിച്ച 4 പേർക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, വിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന വിധത്തിൽ, മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഈ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ചേർന്ന് ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് പേജിലൂടെയും പ്രചരിപ്പിച്ചു എന്നാണ് പ്രധാനമായ കണ്ടെത്തൽ. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പോലീസിന് പരാതി നൽകുന്ന ഒരു ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസിയും അയ്യപ്പ ഭക്തനുമായ പരാതിക്കാരനും മറ്റ് ഭക്തർക്കും അവരുടെ മതവിശ്വാസത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ ഈ 4 പേരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് FIR-ലെ പരാമർശം. അതുകൊണ്ട് തന്നെയാണ് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. BNS-ലെ 2 പ്രധാനപ്പെട്ട സെക്ഷനുകൾ ചൂണ്ടിക്കാണിച്ചാണ്. BNS സെക്ഷൻ 299, 353/1 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. അതോടൊപ്പം ഈ പാട്ട് നിർമ്മിക്കാനായി ഉപയോഗിച്ച മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. പാരഡി ഗാനത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് CPM-ന്റെ ആരോപണം. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണിതെന്നും നാളെ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം പരാതി നൽകുമെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ പരാതികളും. കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുക. പാരഡി ഗാനത്തിൽ CPM-ന് എന്താണ് നൊന്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. കടകംപള്ളിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും VD സതീശൻ. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് വെല്ലുവിളി. രാഷ്ട്രീയം മാന്യമായി പ്രവർത്തിക്കാനുള്ളതാണെന്നും സതീശൻ നേരില്ലാത്ത രാഷ്ട്രീയക്കാരനാണെന്നും കടകംപള്ളി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു പാരഡി ഗാനത്തിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്ന് EP ജയരാജൻ. പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. പോലീസിൽ പരാതി പോയിട്ടുണ്ടെന്നും ബാക്കി പോലീസ് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി കാരണം വോട്ട് കുറഞ്ഞു എന്ന പ്രചാരണം ദുരുദ്ദേശപരമാണെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾ LSNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്ന് പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. ഒരു പാട്ടിനെ പേടിക്കുന്ന ദുർബലമായ പാർട്ടിയായി CPM മാറിയോ എന്ന് PC വിഷ്ണുനാഥ്. പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണെന്നും CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത് അങ്ങേയറ്റം ദയനീയമാണ്.